പറഞ്ഞില്ലേ അതിപ്രത്യക്ഷനായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഒരു എയർലാമുണ്ട്. അതെന്തോ ഒരു വാക്ക് ഉപയോഗിച്ച് മലയാളത്തിൽ അതിപ്രത്യക്ഷണം. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നൊക്കെ ഉണ്ടോ? എനിക്ക് ഭ്രാന്താണ്. അതറിയാം. ദൈവവിശ്വാസി, അന്ധവിശ്വാസി. ഐശ്വര്യ പറഞ്ഞിട്ടുണ്ട് അതെ. എന്ത് ചോദിച്ചാലും അയ്യപ്പൻ ഒരു ഭ്രാന്തൻ. എനിക്കിപ്പോ ഞാൻ എന്താ ചോദിക്കുന്നത്, എന്റെ ക്വസ്റ്റ്യൻ മൊത്തം ഒരു 30ാമത്തെ വയസ്സിൽ ലോക്ക് കളഞ്ഞു. അതുകൊണ്ടാണ് അത്യപ്രത്യനായത്. അത്യപ്രത്യനായ ദുരിതാത്മാനായതുകൊണ്ടാണ്. അയ്യപ്പ ഞാൻ ആദ്യമായിട്ട് ഇലക്ഷന് പങ്കെടുക്കില്ല, വോട്ട് ചെയ്യാൻ പോണ ആദ്യമായിട്ട്. ഇല്ലേ സാർ, മലയാളിയാണോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. ഇന്ത്യയാണോ പാകിസ്ഥാനോ കൺഫ്യൂഷൻ ആദ്യം. ഞാൻ ഈ മലയാളിയെന്ന് അറിയിക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പെട്ടെന്നറിയോ? എന്തോ പോലെയാ, ഉള്ളിന്നൊരു ആന്തലാണ്. ഞാനും കാണുന്നുണ്ടായിരുന്നു അന്ന് എന്റെ കുഞ്ഞിനെ അനീഷിന്റെ സീരിയൽ കണ്ടാണ്. അല്ല ഞാൻ പറയാം, എനിക്ക് പറഞ്ഞു പറയാനില്ല. അപ്പൊ ആ സമയത്ത് അത്രയും വർഷം കുറവാണ് എനിക്കും. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു BTF നെറ്റ്വർക്ക്. ഇന്ന് എനിക്കൊപ്പം ശ്രീ അയ്യപ്പൻ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു നമ്മുടെ സ്വന്തം അനീഷ് ഏട്ടൻ ആൻഡ് സുധീർ ഏട്ടൻ. രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം. സുധീർ ഏട്ടൻ എന്നെ ഓർമ്മയുണ്ടോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാ എന്റെ. കണ്ടിട്ടുണ്ട്. എത്ര ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെന്ന് അറിയാവോ അനീഷ് ഏട്ടാ ഞാൻ? എന്നിട്ട് എന്നെ ഓർമ്മയില്ല. സത്യത്തില് ഞാൻ പെണ്ണുങ്ങളെ കണ്ട് മറന്നു പോകും, മനസ്സിൽ വെക്കാൻ. ഞാൻ വായിച്ചിട്ടുണ്ട് ഉണ്ടല്ലേ? സോറി കേട്ടോ. എനിക്ക് വിഷമമായി. ഇവിടെ വെച്ച് കണ്ട പിന്നെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല. ഞാൻ 2 ഇന്റർവ്യൂ എന്തോ എടുത്തിട്ടുണ്ട്. 1/2 മണിക്കൂർ വീതം ഘോരെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ഇപ്പൊ മണ്ഡലകാലം ആയിരിക്കുകയാണ്. ശ്രീ അയ്യപ്പൻ വരികയാണ്. എന്താണ് ഈ ശ്രീ അയ്യപ്പനിലുള്ള പ്രത്യേകതകൾ? എന്താണ് ഈ മൂവി? ശ്രീയപ്പൻ എപ്പോഴും അയ്യപ്പൻ എന്നും എപ്പോഴും പ്രസക്തമായൊരു സബ്ജക്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കുന്നൊരു ഭഗവാനാണ്. അപ്പോൾ ഇപ്പം ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ? നമുക്കറിയാം, നമ്മൾ സെൻസേഷനായി നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ് പല കാരണങ്ങൾ കൊണ്ട്. മാത്രമല്ല, നമ്മളെപ്പോഴും അയ്യപ്പൻ്റെ ഒരു സബ്ജക്റ്റ് വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വലിയൊരു താല്പര്യമാണ്. മണ്ഡലകാലത്ത് ഈ പറഞ്ഞ പോലെ അതിനൊരു പ്രസക്തിയോടെ ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ തന്നെ ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. വളരെ എന്താ പറയുന്നത്, ത്രില്ലിംഗ് ആയിട്ടുള്ള, എന്നാൽ ഫാമിലി ഓറിയന്റഡ് ആണ്. വളരെ രസകരമായിട്ട് പോകുന്നൊരു സിനിമയാണത്. ഓക്കെ, സുധീറേട്ടാ, ഇതില് അയ്യപ്പൻ അത് എങ്ങനെയാണ് മല കയറുന്ന ഒരു ക്യാരക്ടർ? എന്താണ് ശരിക്കും ക്യാരക്ടർ? എന്താണ് സുധീർ? വലിയ ഈ പറഞ്ഞ തന്നെ ചെയ്തിട്ടുള്ളതിൽ നിന്നൊരു വ്യത്യസ്തമായ കഥാപാത്രം അല്ലേ? കാരണം എന്താ പറയാ, ഈ മുമ്പ് വില്ലത്തരമൊക്കെ ഉള്ള ക്യാരക്ടറാണല്ലോ ഒക്കെ ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതിന് വേറിട്ട് ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഫാമിലി മാൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. രണ്ടുപേരും ബ്ലാക്ക് ഒക്കെ ഇട്ട് ശരിക്കും മാല ഇട്ടോ ഇത്തവണ മലയ്ക്ക് പോകാൻ. ഞാൻ 2-3 പ്രാവശ്യം ഈ സിനിമയ്ക്ക് വേണ്ടി 2 പ്രാവശ്യം മല ചവിട്ടിയിട്ടുണ്ട്. പമ്പയിൽ കുളിച്ചു, മല 18 പടി ചവിട്ടി, അത് പോയി ഷൂട്ടിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പ്രാവശ്യം. അല്ലാതെ മലയ്ക്ക് പോകാറുണ്ടോ? പിന്നെ ഞാൻ മിക്കവാറും ഇപ്പൊ കുറച്ചാളായിട്ട് പോകുന്നില്ല. മുൻപ് സ്ഥിരമായി എല്ലാ വർഷവും പോകാറുണ്ടായിരുന്നു. ഇപ്പൊ 2 വർഷമായിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഷൂട്ടിന്റെ ഭാഗമായിട്ട് വീണ്ടും പോയിരുന്നു. സുധീരനോ? കുറവാണ്. കുട്ടിക്കാലത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് പോയ കാര്യമല്ല, കുട്ടിക്കാലത്ത് പോയ സിനിമയുടെ ഭാഗമായിട്ട് പോകേണ്ട വന്നില്ലേ? പോയി. എന്താ എല്ലാം ഒറ്റ വാക്കിൽ ഇത്ര ഇന്നെന്തോ ഒരു മാറ്റം. അപ്പൊ മിണ്ടാതാവോ? ഞാൻ കാര്യമല്ല പറയണ, ഒറ്റ വാക്കിൽ ഉത്തരം പറയാന്ന് വെച്ചു. എന്നോട് അധികം സംസാരിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ സംസാരിച്ച് വൈറലായാലോ എന്നാണ്. ഞാൻ തുറന്ന വൈറല, ഒന്നില്ലെങ്കിൽ വൈറൽ അല്ലെങ്കിൽ അപ്പൊ ഇപ്രാവശ്യം തറയിൽ നിൽക്കാൻ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എയറിലായാലും വൈറലായാലും ഇപ്രാവശ്യം അയ്യപ്പന്റെ പേരിൽ വൈറലാവട്ടെ. ഓക്കെ, ചേട്ടൻ എന്താണ് ഈ ശ്രീ അയ്യപ്പൻ മൂവിയിലേക്ക് ഇന്നാവാനുള്ള ഒരു റീസൺ എന്താണ്?
ഇല്ല, ഇത് ഷൂട്ട് തുടങ്ങി അത് കഴിഞ്ഞാൽ ഡയറക്ടർ വിഷ്ണു എന്നെ വിളിക്കുന്ന ചേട്ടാ ഒരു കഥാപാത്രം ആഡ് ചെയ്യുന്നുണ്ട്, അത് റിയാസ് ഭായിയുടെയും അനീഷ് ഭായിയുടെ ഒക്കെ കൂടെ തുല്യമായിട്ട് നിൽക്കുന്ന കഥാപാത്രമാണ്, വരണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ഡയറക്ടർ ഒരു പാവ മനുഷ്യനാണ്, ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. പുള്ളി വിളിച്ചാൽ എനിക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടാകുന്ന ചിരിക്കുന്ന ഒരു സൗണ്ട് വിളിച്ചിരിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, അന്വേഷേട്ടൻ എങ്ങനെയാണ്? എന്റെ ക്യാരക്ടറാണ് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്. മണികണ്ഠൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. പക്ഷെ അയ്യപ്പനല്ല, ഞാനൊരു പട്ടാള ഉദ്യോഗസ്ഥനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ മലയ്ക്ക് പോകുന്നതും അതുമായി ബന്ധപ്പെട്ടാണ് സിനിമയുടെ ഒരു ഗ്രോത്ത് വരുന്നത്. അപ്പോൾ വിഷ്ണു ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. പിന്നെ പ്രിയപ്പെട്ട ഷാജി പിള്ളാൽ ആണ് എൻ്റെ പ്രൊഡ്യൂസർ. അതോടൊപ്പം തന്നെ പിന്നീട് ശ്രീകുമാർ മുംബൈ എന്ന് പറഞ്ഞ അദ്ദേഹം, ഈ 2 പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആദ്യം വളരെ ഈ പറഞ്ഞ സാവകാശം പോയൊരു യാത്രയായിരുന്നു ശ്രീ അയ്യപ്പൻ. പിന്നീട് ഇങ്ങനെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളൊക്കെ വന്നു ചേർന്നു. റിയാസ് ഖാൻ വന്നു, സുധീർ വന്നു. അപ്പോൾ വലിയ സിനിമ കുറച്ചുകൂടി സജീവമായിക്കൊണ്ടിരുന്നു. എൻ്റെ അച്ഛനായിട്ടാണ് കോട്ടയം രമേശ് അഭിനയിക്കുന്നത്, അമ്മയായിട്ട് കുറച്ചിനാട് കനക, എൻ്റെ പുതിയൊരു കുട്ടി ഷിഫാന എൻ്റെ നായികയായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ സിനിമ കുറച്ചുകൂടി സജീവമായി വന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നു. വളരെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ച രീതിയിൽ വിഷ്ണുവിന് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. സിനിമ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഞാൻ സുധീറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ സുധീറിൻ്റെ പോർഷനൊക്കെ ഗംഭീരമായിരിക്കുന്നു. സുധീറിൻ്റെ ആ ഒരു ഫാമിലി ആ സെക്ഷൻ ഗംഭീരം, ആ ഒരു നല്ല രസമായിട്ടുണ്ട്. പ്രിയപ്പെട്ട റിയാസ് ഖാൻ തുടക്കം മുതൽ അവസാനം വരെ വളരെ ഗംഭീരമായിട്ട് മനോഹരമായിട്ട് വളരെ പോസിറ്റീവ്, നമ്മൾ ചിലപ്പോൾ തോന്നുമല്ലോ പലപ്പോഴും നമുക്ക് അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടർ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. വളരെ ഇതിനകത്ത് നട്ടലായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒട്ടത്തിൽ സിനിമ കൊണ്ട് നമ്മൾ ഞാനും വിഷ്ണുവൊക്കെ നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങുന്നിടത്തുനിന്ന് ഒരുപാട് മുന്നോട്ട് പോയി സിനിമ. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇതിപ്പോൾ ചേരുംപടി ചേർത്ത് ധാരാളം പാട്ടുകളുണ്ട്, 6ഓളം പാട്ടുകൾ. മധുബാലകൃഷ്ണൻ പാടിയ പാട്ട്, സന്നിധാനന്ദൻ പാടിയ പാട്ടുകൾ, ജീവൻ സോമൻ സംഗീതം ചെയ്ത് നമ്മുടെ ഡോക്ടർ സുകേഷിൻ്റെ വരികൾ, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ല ഫോട്ടോഗ്രാഫിയാണ്. ഒരുപാട് സാങ്കേതിക വിദ്യകളൊക്കെ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോട് ചേർന്നപ്പോൾ സിനിമ ഒരു ടോട്ടാലിറ്റിയിൽ ഗംഭീരമായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തിയേറ്ററിലേക്ക് എത്തിയാൽ മതി ഇനി, അതാണ് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഒരുപാട് AI കാര്യങ്ങൾ നമ്മൾ ട്രെയിലർ കാണുമ്പോഴാണെങ്കിലും AI-യുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ലൈക്ക് ചേട്ടനൊക്കെ സെൻട്രൽ ക്യാരക്ടർ, നിങ്ങൾ 3 പേരാണെന്ന് തോന്നുന്നു ലീഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾ വരുന്ന ഒരു മൂവി പാൻ ഇന്ത്യൻ ലെവലിലേക്ക് റിലീസ് ചെയ്യാൻ പോവാണ്, അതിനെങ്ങനെയാണ്? വലിയ സന്തോഷമല്ലേ നമുക്ക്. അദ്ദേഹത്തെ സംബന്ധിച്ചൊക്കെ നമുക്ക് വലിയ ഒരുപാട് റിയാസ് ഖാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്, സുധീറും. അപ്പൊ എന്നെ സംബന്ധിച്ചത് വലിയൊരു ഭാഗ്യമാണ്. കാരണം നമ്മുടെ ഒരു സിനിമ, ഞാൻ തമിഴ് സീരിയൽസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഒരു സിനിമ മലയാള സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ വിവിധ ഭാഷകളിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. സുധീരേട്ടാ, എന്താണ് ഇങ്ങനെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് റിലീസ് ചെയ്യുന്നത് ശ്രീ അയ്യപ്പൻ? ഞാൻ അഭിനയിച്ച 2-3 പടങ്ങൾ പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു, പക്ഷെ അതിനുശേഷം ഒരു പാൻ ഇന്ത്യൻ മൂവി. ഇപ്പൊ നമുക്ക് AI-യുടെ ഒക്കെ ഇൻവോൾവ്മെന്റോട് കൂടി വരുന്ന AI ഉണ്ട്, മാരകമായ AI ഒന്നും ഇതിനകത്തില്ല, എല്ലാം ലൈവായിട്ട് ഷൂട്ട് ചെയ്ത സാധനങ്ങളാണ് അധികം ഉള്ളത്, കൂടുതലുള്ളത്. AI കാണിച്ച് വെരിഫിക്കേഷൻ ഒന്നും ഇല്ല, ആവശ്യമുള്ളിടത്ത് മാത്രമേ AI ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നാച്ചുറൽ ആയിട്ട് ഷൂട്ട് ചെയ്ത സാധനങ്ങൾ. ബോംബെയിലാണല്ലോ, ഇവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും. അതാണ് നമ്മള് ബോംബെയില്, രാജസ്ഥാനില്, ശബരിമലയില്, ഈ പറഞ്ഞ കണക്ക് സിനിമയ്ക്ക് വേണ്ടുന്നതും എന്നാൽ നമുക്ക് പ്രേക്ഷകനെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആംബിയൻസ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതും, വലിയ സന്തോഷം. എത്ര നാളുണ്ടായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ? ബോംബെ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പല ഘട്ടങ്ങളിലായിട്ടായിരുന്നു സിനിമയുടെ വളർച്ച. 2-3 ഷെഡ്യൂളായിട്ടുണ്ട്. ഏറ്റവും ഈ ഒരു മൂവി ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ഇപ്പൊ പറഞ്ഞ ഒരു ഡിവൈനിറ്റി ഉള്ള ഒരു സബ്ജക്റ്റ് ആണല്ലോ ഇത്. അങ്ങനെ എന്തെങ്കിലും പേഴ്സണലി ഫീൽ ചെയ്യോ? അല്ലെങ്കിൽ ഉണ്ട്. ഞങ്ങൾ ഒരിക്കലും മടത്തറ കാട്ടിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും ഇതിനകത്ത് നെഗറ്റീവ് ചെയ്യുന്നവർക്ക് അൻസാർ മുംബൈ ഉണ്ട്. അപ്പൊ അദ്ദേഹവും ഞാനായിട്ടുള്ള ഒരു ഫൈറ്റ് സീനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ പോർഷൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മടത്തറക്കാട് വലിയ കാടാണ്. അപ്പോൾ ഫോറസ്റ്റിന്റെ പെർമിഷൻ കൂട്ടി നമ്മൾ അകത്ത് കയറിയിട്ട് ഒരു ഏരിയയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ മറു സൈഡിൽ ഭയങ്കര മഴയാണ്.
നല്ല മഴയുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒട്ടും മഴയില്ല. അപ്പൊ ഞാൻ വിഷ്ണു പറഞ്ഞു, അയ്യോ അപ്പുറത്ത് ഭയങ്കര മഴ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കാടിന്റെ ഒരു സൈഡിലാണ് മഴ പെയ്യാണ്. അപ്പൊ ഞങ്ങൾ ഈ ഷൂട്ട് ഞങ്ങളുടെ പോഷൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇനി ഷിഫ്റ്റ് ചെയ്ത് അവിടെ പോകണം. അപ്പൊ വിഷ്ണു പറയും, ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ, പക്ഷെ നമ്മളിവിടെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ മഴ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ തുടങ്ങി ഇവിടെ മഴ പെയ്യാണ്. അപ്പൊ ഞങ്ങൾ ദൈവമേ ഇത് ഭയങ്കര അത്ഭുതമായി പോയല്ലോ എന്ന് തോന്നി. അപ്പൊ നമ്മൾ അപ്പോൾ തന്നെ എല്ലാവരും പറയാം, അയ്യപ്പന്റെ ഒരു ശക്തി നമ്മളോടൊപ്പം ഉണ്ടെന്ന് പറയുന്ന ഇതുപോലെ മൂന്നാലല്ല ഒരുപാട് സന്ദർഭങ്ങളുണ്ട് നമുക്ക്. സിനിമയുടെ തന്നെ ഇടയ്ക്ക് ഒരു എന്താ പറയുക, ചില ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ഘട്ടം വന്നു. ആ ഘട്ടത്തിലും നമ്മളെ അയ്യപ്പന്റെ എന്തോ ഒരു അദൃശ്യമായ ഒരു ശക്തി നമ്മളെ പിന്തുണച്ചു എന്നാണ് തോന്നുന്നത് പലപ്പോഴും. സുധീരേട്ടൻ ഒന്നും മിണ്ടണില്ല, എനിക്ക് അതെ ഇതിനേക്കാളും കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ ഇവിടുത്തെ, കാരണം സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് ഉള്ള ആളാണ് അനീഷ്. എന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഈ പടത്തിനെ പറ്റി പറയാൻ അനീഷാണ് എല്ലാം കൂടി യോഗ്യ. അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പറഞ്ഞോളൂ. പിന്നെ AC കുറവാണ് കേട്ടോ, സാറിന് ചൂട് എടുക്കും. AC ഇട്ട നമ്മുടെ സൗണ്ട് ഞാൻ ഈ കാനഡയിലും അമേരിക്കയിലേക്ക്. സുധീരേട്ടൻ വിശ്വാസിയാണോ? ദൈവവിശ്വാസിയാ, അന്ധവിശ്വാസിയാ അല്ല. അതെന്താ അങ്ങനെ പറയാൻ? എനിക്ക് അത് ദൈവത്തെ വിശ്വസിക്കുന്നു. ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം നമ്മളെ വിശ്വസിക്കുന്നു. അന്ധവിശ്വാസിയല്ലേ? അല്ല, ഈ ശബരിമലയ്ക്ക് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അവസരം വേണം. ശബരിമലയ്ക്ക് പോകുന്നത് തെറ്റൊന്നുമില്ല, അതായത് ശബരിമലയ്ക്ക് പോകാം. പക്ഷെ അത് പോകാൻ പിന്നെ അതിനുള്ളൊരു സാഹചര്യം ഷൂട്ടിന് വേണ്ടി പോയിരുന്നല്ലോ. പിന്നെ എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും ചോദിക്കാനുള്ള കാര്യം, എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാറ്റവും ഇല്ലാതെ നിലകൊള്ളുന്നത്? നിങ്ങൾ കാണുന്ന സമയം തൊട്ട് ഇങ്ങനെ തന്നെയാ. ഞാൻ കൊച്ചുനാളിലൊക്കെ മറ്റേ സീരിയൽ കാണുമ്പോ അനീഷേട്ടൻ ഇങ്ങനെ തന്നെ. ഞാൻ തമാശക്ക് പ്രായം കൂടി വരികയാണെന്ന് അതേ പിടിച്ചിട്ട് അന്ന് ഞങ്ങള് ഇപ്പൊ എത്ര വർഷത്തിന് എന്നെ കൊച്ചായിട്ട് കണ്ടത്? ഞാനൊരു സ്കൂളിലൊക്കെ പഠിക്കാൻ, ഞാൻ 96 ബോൺ ആണ്. അപ്പം എന്റെ ഒരു ചൈൽഡ്ഹുഡ് സമയത്തൊക്കെ അനീഷേട്ടനുണ്ട്. ഞാനും കാണുന്നുണ്ടായിരുന്നു സീരിയൽ കണ്ടാണ്. അല്ല ഞാൻ പറഞ്ഞു, എനിക്ക് പറഞ്ഞു പറയാനല്ല. അപ്പൊ ആ സമയത്ത് അത്രയും വർഷം കുറവാണ് എനിക്കും, അല്ലേ? 15 വർഷം മുമ്പാണ് കണ്ടേ. 15 വർഷം അന്ന് എനിക്ക് കുറവല്ലേ? ഞാൻ അനീഷിന്റെ സീരിയലൊക്കെ അതെ. എന്നിട്ട് നമ്മൾ ഏജ് ആകുമ്പോഴത്തേക്ക് പ്രായം കൂടുവല്ലേ ചെയ്യും. അതെ. പക്ഷെ നിങ്ങളൊന്നും മാറുന്നില്ല. എന്നെ വിട്ടേക്ക്. എന്തൊക്കെയാ അതായത് ഞാൻ എന്നും ഒരു 30ാമത്തെ വയസ്സിൽ ലോക്ക് ചെയ്ത് കളഞ്ഞു. ഞാൻ നിർത്തി. ഞാൻ പ്രായം ഇനി അങ്ങോട്ട് പോണ്ടെന്ന് കരുതിയിരിക്കുക. അത് അവിടെ നിൽക്കട്ടെ, എന്തിനൊന്നും. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നൊക്കെ ഉണ്ടോ? ഫിറ്റ്നസ് അല്ല, എന്റെ ഒരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ ചോദിക്കുക. ഇന്നലെ കുറെ നാൾ കൂടി ഒരു ആക്ടർമാരെല്ലാം ഉണ്ട്, പേര് പറയാം. സുന്ദരാണ്, നിങ്ങള് ഭയങ്കര ഗ്ലോ ആയിരിക്കും മുഖമൊക്കെ. ഞാൻ ഈ പ്രാക്കിന്റെ ഒരു വശമാണ്. നിങ്ങളെല്ലാം അവിടെ കണ്ണു വെച്ച് പ്രായം കൂട്ടായിരുന്ന തൽക്കാലം പിടിച്ചു നിൽക്കുന്നു. അപ്പം അനീഷേട്ടൻ ആക്ച്വലി സീരിയൽ രംഗത്തെ ഒരു മെഗാസ്റ്റാർ എന്നാണ് അനീഷേട്ടനെ അറിയപ്പെടുന്നത്, അല്ലെ? ആണ് അങ്ങനെ നമ്മുടെ മമ്മൂക്ക പോലെ, അല്ലെങ്കിൽ അങ്ങനെ സീരിയൽ രംഗത്തെ ഒരു മെഗാസ്റ്റാർ എന്നാണ് ആണ്, അങ്ങനെയാണ്. സന്തോഷം. ഓക്കെ. അപ്പം ഇപ്പം സീരിയലിൽ ഇത്രയും ആക്റ്റീവ് ആയിരുന്നു, മൂവി എപ്പോഴും സീരിയൽ ചെയ്യുന്ന പോലെ തന്നെ മൂവി ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? എന്നിട്ട് ചെയ്യാൻ പറ്റാതെ പോയതാണോ? അല്ല, അത് നമ്മള് ആക്ച്വലി സേഫ് സോണിലാണ് ഞാൻ നിൽക്കുന്നത്. സിനിമകൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇതിനു മുമ്പ് ഞാൻ ചെയ്തത് നമ്മുടെ ഉണ്ണിമൂന്നിന്റെ സിനിമ ഷെഫീഖിന്റെ സന്തോഷം ചെയ്തിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിനിമകൾ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ സജീവമായിട്ട് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇതൊരു പ്രൊഫഷനാക്കി എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 10-25 വർഷമായിട്ട് എപ്പോഴും ഞാനിങ്ങനെ, സാധാരണ ഇപ്പം നമ്മളെ കൂടെ വന്നവരൊക്കെ പലപ്പോഴും വർക്കുകൾ കുറഞ്ഞും കൂടിയൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഒരേ ലെവലിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ഒരുപക്ഷെ ഭാഗ്യം കൊണ്ടോ എന്തുകൊണ്ടോ അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. ഒന്നീ ആങ്കറിങ് ആയിരിക്കും, അല്ലെങ്കിൽ ആക്ടിങ് ആയിരിക്കും, അങ്ങനെ പോകുന്നുണ്ട് സജീവമായി നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ സീരിയൽ ആണെങ്കിൽ പോലും ചെയ്യുന്ന സമയത്ത് ഒരു സീരിയലായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ കാര്യനിസ്സാരം 7 വർഷം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം 5 മാസത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ട് അളിയൻസ് ജോയിൻ ചെയ്തു. അതിപ്പോ 7 വർഷമായിട്ട് പോകുന്നു.
അപ്പൊ ആ സമയത്ത് ആ ഒരു വർക്കേ ചെയ്യുള്ളൂ. അപ്പൊ ഇതിനിടയിൽ സമയം കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് പോകുന്നത്. അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സിനിമയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നാൽ മാത്രമേ സിനിമ ചെയ്യാൻ പറ്റൂ നമുക്ക്. ഞാൻ പിന്നെ അങ്ങനെ അധികമായിട്ട് അതിന് പിറകെയും പോകാറില്ല. പക്ഷെ വന്നാൽ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കണം, അതാണ് ലക്ഷ്യവും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. അതിനുവേണ്ടി ഒരുപാട് ഇതിന്റെ പിറകെ നിൽക്കേണ്ടി വന്നു, കഷ്ടപ്പെടുകയും ചെയ്തു. കാരണം അതിന്റെ ഷൂട്ട് തന്നെ മാറ്റി വെച്ചിട്ടാണ് ഇതിന്റെ കൂടെ നിന്നിട്ടുള്ളത് പലപ്പോഴും. അപ്പൊ അതങ്ങനെയാണ്. അപ്പൊ ഓപ്പർച്യൂണിറ്റി വന്നാൽ ചെയ്യാന്നുള്ളതല്ലാതെ ഇതിന്റെ പിറകെ പോയിട്ട് എനിക്ക് കയ്യിലുള്ള നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് സജീവമായി സന്തോഷത്തോടെ സമാധാനത്തോടെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്കിപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു ചർച്ചയിൽ വന്നതാണ്, നമ്മളൊരു 25 താരങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 10 പേരുടെ പേര് വളരെ വേഗത്തിൽ പറയും. അത് കഴിഞ്ഞൊരു 5 പേരുടെ പേര് കുറച്ചുകൂടെ പറയും, പിന്നെ ആ ഓർത്തെടുത്ത് പറയും. ഒരു 30 പേരാകുമ്പോൾ ഈ 30 പേര് ഒരുപക്ഷെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരുടെ പേരായിരിക്കും നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ നായകന്മാരായി തൊട്ട് താഴെ നിൽക്കുന്നവരുടെ പേരുകളായിരിക്കും നിങ്ങൾ പറഞ്ഞു പോകുന്നത് 30 പേര്. അപ്പൊ ഒരു സിനിമയിൽ ഈ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നവർക്ക് താഴെ 10-35 പേരുണ്ട് അഭിനയിക്കുന്നത്. ഈ 35 പേരിൽ ഒരാളായി നമ്മൾ നിൽക്കുകയാണെങ്കിൽ എത്ര സിനിമ ചെയ്താലായിരിക്കും നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നത്, എത്ര സിനിമ ചെയ്താലും നമുക്ക് പേരുണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ ഞാൻ എടുത്ത ഈ സ്റ്റാൻഡ് നല്ലതാണെന്നാണ് എന്റെ തോന്നല്. ശരിക്കും അല്ലേ? അത് കണ്ടിന്യൂസ് ആയിട്ട് അല്ല. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ആക്ടിങ് എന്ന് പറഞ്ഞാൽ മൂവിയിൽ തന്നെ ആക്ട് ചെയ്യണം എന്നുള്ളൊരു സംഭവം ഇല്ല. പലർക്കും ഫോൺ ഓഫ് ചെയ്യാം. നമ്മുടെയൊക്കെ ഫോൺ സൈലന്റ് ആക്കിട്ട് അതാ ഞാൻ ആദ്യം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വന്ന് കേറിയപ്പോ തന്നെ ചോദിച്ചെന്നറിയോ, എല്ലാവരും ഫോണൊക്കെ സൈലന്റ് അല്ലേ? അത് ഞങ്ങളുടെ ഒരാളുണ്ടായിരുന്നു കേട്ടോ, പുള്ളി ടെമ്പോ ഓടിക്കുന്ന സമയത്ത് പറഞ്ഞു. ഞാനൊന്ന് ചോദിച്ചേ, മിനിമം റേറ്റ് തുടങ്ങിയതിന്റെ ഇടയ്ക്ക് ഞാൻ എപ്പോഴത്തെ ഫോൺ എടുത്തായിരുന്നു ശ്രദ്ധിച്ചാൽ. ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതി നിൽക്കുകയാണ്. അപ്പൊ അവിടുത്തെ ഗുമസ്തൻ അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു, എല്ലാവരുടെയും ഫോണൊക്കെ സൈലന്റ് അല്ലേ എന്ന് ചോദിച്ചു. എല്ലാവരും അപ്പം പ്രതികളും വാദികളൊക്കെ നിൽപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഗുമസ്തന്റെ പോക്കറ്റിൽ കോടതി കഴിയുന്നവരെ മുതക്കി നിൽക്കിട്ടുണ്ട്. പണ്ട് ഞങ്ങളവിടെ ഒരു ടെമ്പോ ട്രാവലിൽ ഓടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവർ അതിന്റെ ഒരു ലീഡർ പറഞ്ഞു, എല്ലാവരും ഒരു കാര്യം, എല്ലാവരും നമ്മൾ മിനിമം ചാർജ് 35 രൂപ പറഞ്ഞാൽ ആരും ഓർഡറെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി മറ്റേ വിളിച്ചിട്ട് നമുക്ക് 20 രൂപയ്ക്ക് പോകാന്ന്, നമുക്ക് 20 രൂപയ്ക്ക് പോകാം എന്ന് പറയണത്. ശരി, ഇനി അയ്യപ്പൻ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ട് ഐശ്വര്യ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചോദിച്ചാലും അയ്യപ്പൻ. പേരെന്താ? അയ്യപ്പൻ. എവിടെ പോണ്? അയ്യപ്പൻ. എന്ത് ചെയ്യുന്നു? അയ്യപ്പൻ. സ്വാമി ശരണം അയ്യപ്പ. അയ്യപ്പ ഭക്തന്മാരാണോ? ഞാൻ നേരത്തെ പറഞ്ഞ ഞാനൊരു വിശ്വാസിയാണ്. വിശ്വാസി. അങ്ങനെ ഇപ്പം നമ്മുടെ അയ്യോ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോണ്ട് അതിന്റെ ഇടയ്ക്ക് ആ ഫോൺ വന്നിട്ട് എന്റെ മാത്രം ഞാൻ ഏറ്റെടുക്കുന്നു. ഓക്കെ, ഇപ്പം അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവി തന്നെ ആവണമെന്നില്ല. ഇപ്പൊ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതറിയാം. പണ്ടേ അറിയാം. ഞങ്ങള് ഇപ്പോഴല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേട്ടുന്ന സീരിയലില് ഞങ്ങൾ ഒരുമിച്ച് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ പേരിട്ട് ഇനി പറയാൻ പറ്റുന്ന ഐശ്വര്യ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് പണ്ട് 2000 മുതൽ ഞങ്ങള് ജ്ഞാനശീലൻ സാർ സംവിധാനിച്ചത് അയ്യപ്പൻ ബ്രാക്കറ്റ് മിന്നിട്ട്. എന്ത് സംഭവം അറിയോ, അനീഷ് നേരത്തെ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. കാര്യം വെച്ചാല് ഈ ഞാനന്ന് കൊച്ചി രാജാവും ഡ്രാക്കുള ചെയ്ത് 2012 ഈ നമ്മുടെ CD മൂസൊക്കെ CD മൂസൊക്കെ ഹിറ്റായി എന്നൊക്കെ സംഭവം. ഞാൻ അഭിനയിച്ചാൽ മതി. ആ സമയത്താണ് എന്നെ മിന്നിട്ട് 160ാമത്തെ എപ്പിസോഡ് ഞാൻ കയറി ജോയിൻ ചെയ്തു. ഇവരൊക്കെ അങ്ങ് തകർത്ത് വളർന്നിരിക്കുക. ഞാൻ ചെന്ന് ജോയിൻ ചെയ്ത് എന്റെ അഭിനയത്തിന്റെ പ്രത്യേകമൊന്നുമില്ല, ആ കഥാപാത്രം അങ്ങനെ ഒരു ഒട്ടയാൻ റേറ്റിംഗിലേക്ക് കയറി. ഇതങ്ങ് 1000 കണ്ടില്ല. പിന്നെ ഞങ്ങളുടെ ഒരു വിളയാട്ടായിരുന്നു അതിനകത്ത്. അപ്പൊ എന്താ പറ്റിയ സിനിമ അന്ന് എത്രയോ സിനിമ ജോർജ് സാറിന്റെ ലയണം എന്നുള്ള സിനിമ കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒത്തിരി പടം മതിയൊന്നല്ലേ. പക്ഷെ എന്താ കാര്യം എന്നറിയാം, ജോർജ് സാറിന്റെ പടത്തിലേക്ക് എന്ന് പറഞ്ഞാല് ഡേറ്റ് എന്ന് പറഞ്ഞാല് വരാൻ പറയും. കാരണം അവർക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് അറിയില്ല. അങ്ങനെയാണ് സാറ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പക്ഷെ സാറിനോട് ചെന്നിട്ട്, സാറേ നാളെ ഞാൻ ഉണ്ടാവില്ല,
എന്താ അപ്പൊ സാറ് ഇനി നീ ഇല്ല, ഇനി നീ ഉണ്ടാവില്ല. കറക്റ്റ് കാര്യം പറഞ്ഞ ഞാൻ എന്താ കാര്യം സാറേ, ഞാനൊരു സീൽ ചെയ്യുന്നുണ്ട്. ഏതാ മോനെ വിളിച്ചു, മോനാ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കാനും നമ്മളെ ബുദ്ധിമുട്ടിക്കാനും ഇവനെയൊക്കെ വിളിക്കുന്നത് എന്തിനാണ്? അങ്ങനെ ആ സിനിമയിൽ നിന്ന് ഞാൻ ആ പടം കണ്ടു നോക്കി അറിയാം. ലയൺ എന്നുള്ള സിനിമയിൽ 3 പോലീസ് ഓഫീസർ, കുട്ടേട്ടൻ, വിജയരാമൻ ചേട്ടൻ, ഭീമനെ വെച്ചിട്ട് ഞാൻ 3 പോലീസ് ഓഫീസേഴ്സാണ് ദിലീപന്റെ കൂടെ ഉള്ളത്. ഒരു ഇടയ്ക്ക് വെച്ചിട്ട് ആളെ ഇവിടെ പോയെന്ന് അറിയില്ല. സിനിമ എന്നെ കത്തിയാണ്. കാരണം 2 പേരുടെ മതി, അവരെ വെച്ചടിച്ച് അവൻ പോയി, ട്രാൻസ്ഫർ ആയി പോയി. ആ പടത്തിന് ഞാനില്ല. അതുകൊണ്ടാണ് സീരിയലില് ഇഷ്ടപ്പെടാൻ അവിടെ പോയാൽ നമുക്ക് വെറുതെ അവർക്ക് ബുദ്ധിമുട്ട്. സീരിയലുകാർക്ക് നമ്മളെ സമയത്ത് കിട്ടുകയില്ല, അവർക്ക് നാളെ ചൂടപ്പം പോലെ സാധനം പോകണ്ട. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ടൊക്കെയാണ് പട്ടിണി നടന്നാലും സീരിയൽ പോകത്തിന്റെ കാര്യം, അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി. അതാണ്, അല്ല വേറെ ഒന്നുമില്ല. അപ്പൊ ഈ മിന്നുകെട്ടിനെ പറ്റി പറഞ്ഞത് കൊണ്ടേ, പണ്ടത്തെ ഒരു ഭയങ്കര ഫേമസ് സീരിയൽ ആയിരുന്നല്ലോ, ആ പാട്ട് തന്നെ ഭയങ്കര പെണ്ണുണ്ട്. അത് പഠിക്കും പഠിക്കും. പേടിപ്പിക്കുന്നു. സംയമനം പാലിക്കേണ്ടതാണ്. പിന്നെ അതല്ല, ഈ പിന്നെ എന്താ പറഞ്ഞ മറന്നുപോയി, നല്ല ഫ്ലോ ഉള്ള സാധനം. അയ്യോ, ആ ഫ്ലോ ചേട്ടൻ ഒന്നുകൂടെ പാടും, അപ്പൊ ഓർമ്മ വരും. അല്ല വേറെ മിന്നുകെട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അതിന് അയ്യപ്പനെ കൂടെ മിക്സ് ചെയ്ത് പറയാന്ന് വെച്ചിട്ടാണ് പോയത്. ഓക്കെ, മിന്നുകെട്ടിന്റെ വിശേഷങ്ങളൊന്ന്, അന്നത്തെ ഓർമ്മകൾ. അല്ല അങ്ങനല്ല, അന്നത്തെ ഒരു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇതിന്റെ മുന്നേ ആക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണല്ലോ. എനിക്കിപ്പോ ഞാൻ എന്താ ചോദിക്കുന്നത്, എന്റെ ക്വസ്റ്റ്യൻ മൊത്തം പോയി. ഞാൻ ഒന്നുകൂടെ, ഈ അനീഷിന്റെ ക്യാരക്ടർ അച്ചു എന്ന് വിളിക്കുന്ന ക്യാരക്ടർ, അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു. എന്നെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞില്ലേ, ഒരു വേറൊരു മെന്റൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഭ്രാന്തൻ ക്യാരക്ടറാണ്. എന്നെ ഇന്നും ജനം വിളിക്കുന്ന ഉണ്ണി എന്നാണ് വിളിക്കുന്നത് പലരും. ഉണ്ണിയല്ലേ, ഉണ്ണിയേട്ടാന്ന് വിളിക്കുന്ന എത്ര പേരുണ്ടെന്ന് പറയും. ഈ സീരിയൽ എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ മനസ്സുണ്ടാക്കുന്ന അന്നത്തെ, ഇന്നല്ല, ഇന്നെടുത്ത് ചളായിക്കൊണ്ടിരിക്കുക, ഇന്നെടുത്ത് നശിപ്പിച്ചോണ്ടിരിക്കുക. ഞാൻ ഒരു ഒറ്റ സീരിയല്, കാരണം നമുക്കത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ സീരിയലിലും മറ്റേ മറ്റേ മാധവൻകുട്ടി സാർ, മാധവൻകുട്ടി സാർ, പിന്നെ KK രാജു, ഞാൻ ഇവരൊക്കെ എടുത്തു വെച്ചിട്ടുള്ള സീരിയലൊക്കെ എന്ന് പറഞ്ഞാൽ അത് ജീവിതം, ഇത് ചുമ്മാ എപ്പിസോഡ് വിടാൻ വേണ്ടിയിട്ട് തല്ലിക്കൂടുന്ന ഒരു ഫീലാ വരുന്നു. എനിക്ക് എന്റെ മനസ്സ് തോന്നിയ കാര്യമായിട്ടും. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു എത്ര പേരാ, ബിജു ചേട്ടൻ, ബിജുമാൻ അഭിനയിച്ചിട്ടുണ്ട്, മനോജ് കെ, എല്ലാവരും സീരിയലിൽ നിന്നാണ് മുഖ്യധാര സിനിമയിലേക്ക് എത്തി. അതെ, ഇപ്പൊ നമ്മള് ശ്രീ അയ്യപ്പൻ പോലൊരു സിനിമ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പം അതിങ്ങനത്തെ ഒരു ഭക്തി മാർഗം പോകുന്നതാണല്ലോ. ചിലപ്പം പല രീതിക്ക് അതിന് ഇമ്പാക്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മൂവി ഇറങ്ങുന്ന സമയത്ത്. അപ്പം ഇതിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? കാരണം ഒരു സൈഡില് ഭക്തരുടെ ഇത് നമ്മൾ നോക്കണം, അപ്പുറത്തെ സൈഡിൽ അതിനെ വിമർശിക്കാൻ കുറച്ച് ആളുകൾ കാണുമായിരിക്കും. അപ്പം എന്തൊക്കെയായിരുന്നു മേജർ ചലഞ്ചസ്? അല്ല, ഷൂട്ടിംഗ് അതുമായിട്ട് ബന്ധമില്ലല്ലോ. നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇനിയാണ് നമുക്ക് ചാലഞ്ചസ്. കാരണം പടം റിലീസ് ആവുന്ന സമയത്ത് ഇലക്ഷൻ നടക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ ചില ചാലഞ്ചസ് ഉണ്ട്. പിന്നെ വലിയ വലിയ സിനിമകൾ വരുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഇതായിട്ട് കാണുന്നത്. അതിനൊക്കെ തരണം ചെയ്ത് പോകാൻ അയ്യപ്പന്റെ ശക്തി നമ്മളോടൊപ്പം ഉണ്ടാവുന്ന പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് നമുക്ക്. ഇലക്ഷനും സിനിമയും തമ്മിൽ കുട്ടിക്കുഴക്കാറുണ്ടോ? പിന്നെ വാർത്താ പ്രാധാന്യം എപ്പോഴും അങ്ങനെ. അല്ല, ഞാൻ ആദ്യമായിട്ട് ഇലക്ഷന് പങ്കെടുക്കില്ല, വോട്ട് ചെയ്യാൻ പോണ ആദ്യമായിട്ട്. പണ്ടങ്ങാണ്ട് കോളേജ് പഠിച്ചപ്പോഴത്തേക്ക് SFIക്ക് വോട്ട് ചെയ്തിട്ടുള്ളതായിട്ട് ഓർമ്മയുണ്ട്. അന്ന് SFIയുടെ അന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഈ വോട്ട് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടല്ലോ, ഇത്തവണയാണ് എന്റെ വോട്ടർ ലിസ്റ്റ് പേര് വന്നത്. ഞാൻ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകും. എപ്പോഴെങ്കിലും വന്നത് നന്നായി, ഇപ്പൊ ചേർന്നില്ലെങ്കിൽ നീ കിട്ടൂല അല്ലേ സാർ? അതെന്താ ചേട്ടാ ഇതുവരെ വോട്ടേഴ്സ് ലിസ്റ്റില്? അതെനിക്കറിയില്ല, ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല. അവര് ഏത് നാട്ടുകാരനെന്നുള്ള കൺഫ്യൂഷൻ ഇന്ത്യയാണോ പാകിസ്ഥാനാണോ കൺഫ്യൂഷൻ ആദ്യം. ഇറാനിയാണോ?
മലയാളിയാണോ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു സുധീരേട്ടൻ. ഇല്ല, ഇപ്പൊ ഇല്ല. പിന്നെ ഈ സിനിമയിൽ മുത്തുരാജൊക്കെ അഭിനയിച്ചിരിക്കുന്നത് ഏതോ മലയാളിയാണെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ വിവാദങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാരും അറിഞ്ഞു മലയാളിയല്ല ഒരാളിങ്ങനെ ചെയ്യൂലെന്ന് മനസ്സിലായി. ഞാൻ ഈ മലയാളിയെന്ന് അറിയിക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പെട്ടെന്നറിയോ? എന്റെ ഐഡന്റിറ്റി തെളിയിക്കാൻ വേണ്ടിട്ട് വായിത്തോന്ന് പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷെ അതിന് ആദ്യം എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. ഇപ്പൊ ഏറ് ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നം എന്തോ പോലെയാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, അതിപ്രതിഷ്ഠനായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും എയർലാമെന്റ് അതെന്തോ ഒരു വാക്ക് ഉപയോഗിച്ച് മലയാളത്തിൽ അതിപ്രതിഷ്ഠൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് എയർ കയറാൻ വേണ്ടിട്ട്. അറിയില്ലല്ലേ, ആദ്യം ഒരു ആങ്കർ ആയാലും മലയാളം നിഘണ്ടു എടുത്ത് പഠിക്കണം. ചേട്ടൻ ഇതിനു വേണ്ടി മാത്രം സുധീർ ധൃതംഗ ഭാഷനാണ്. ധൃതംഗ ഭാഷനായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് അത്യപ്രജ്ഞനായത്. അത്യപ്രജ്ഞനായത് കാരണം അത്യപ്രജ്ഞനായ ധൃതഭഞ്ജനായതുകൊണ്ടാണ്. കാരണം ഇദ്ദേഹത്തിന് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്ത് ഭാഷയാ ഇത്? ഈ മസ്തിഷ്ക പ്രക്ഷാളനം കേട്ടില്ലേ? മസ്തിഷ്ക പ്രക്ഷാളനം കേട്ടിട്ടുണ്ടോ? അതായത് ബ്രെയിൻ വാഷ് എന്ന് പറയും. കേട്ടിട്ടില്ല? എന്താ കുട്ടി ഇത്? മസ്തിഷ്ക പ്രക്ഷാളനം. അതായത് ബ്രെയിൻ വാഷ്. ബ്രെയിൻ വാഷ്. അത് വാഷ് സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് ബ്രെയിൻ ഇങ്ങനെ വാഷ് ചെയ്ത്. അല്ല, അതല്ല, വാഷിന് ഇങ്ങനെ പ്രക്ഷാപണം എന്ന് വാക്ക് വന്നേ. പ്രക്ഷാളനം ഇങ്ങനെയൊക്കെ ഉണ്ടോ? സുധീരേട്ടൻ എവിടെ ക്ലാസ് എടുത്ത് പഠിക്കുന്നുണ്ടെന്ന്? അപ്പുറത്ത് നമ്മുടെ റിയാസ് കട കമന്റും ഉണ്ട്. എന്തായാലും കൊള്ളാം. നിങ്ങൾ എല്ലാവരും കൂടെ ഉള്ള സെറ്റാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. ആ ഡയറക്ടർ നമ്മുടെ ചേട്ടൻ കുറച്ച് കഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇതുപോലത്തെ വാക്കുകളൊക്കെ പറയുന്നുണ്ട്. വിഷ്ണുവാണ് ഇതിന്റെ ആള്. വിഷ്ണു ലൊക്കേഷൻ എത്തുമ്പോ തന്നെ പ്രകമ്പനം കൊള്ളും എല്ലാരും. റിയാസ് ഭായിക്കും എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് വെച്ചാല്, ഈ മലയാള സിനിമ ഉള്ളത്രയും കാലം ഞങ്ങളുടെ കൊച്ചി രാജാവ് എന്നും ഉണ്ടാവും. മനസ്സിലായല്ലേ? ആഴ്ച 3 ദിവസം ഉണ്ടാവും. അതായത് ഇന്ന് ഈ പുതിയ തലമുറ കൊച്ചു പിള്ളേർ പറയുന്നത് മുത്തു എന്ത് ഭാഗ്യം എന്നറിയോ? നമ്മൾ ഒന്നും അറിയാൻ വയ്യാതെ ചെയ്തൊരു പടമാണ്. കാരണം എനിക്ക് അഭിനയത്തിന്റെ അന്നും അറിയില്ല ഇന്നും അറിയില്ല, ABC അറിയാൻ വയ്യാതെ ചെയ്തൊരു സിനിമയാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ റിയാസ് ജിയൊക്കെ അന്നും പക്ക വില്ലായിട്ട് പുള്ളിയുടെ കൂടെ അഭിനയിക്കാനൊക്കെ ഞാൻ ചെയ്ത് ശരിയാകുന്നുണ്ട്. അല്ല അത് പറയാതിരിക്കാൻ പോയോ. നമ്മള് റിയാസ് നമ്മൾ അദ്ദേഹം നമ്മുടെ ചിത്രാഞ്ജലി വെച്ചാണ് ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിനകത്ത് അദ്ദേഹവും ഞാൻ അപ്പോഴാണ് നമ്മൾ കാണുന്നത് പോലും. അപ്പൊ ആ സമയത്ത് ഒരു ഫൈറ്റിന്റെ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് അപ്പൊ ഞാൻ ഈ അതിനു മുമ്പ് നമുക്ക് അടുത്ത് പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഈ ബാലേട്ടന്റെ സിനിമ കണ്ട് നമ്മുടെ മനസ്സിൽ കയറിയത് ഒരു വലിയൊരു താരമുണ്ടല്ലോ. അപ്പൊ അതിനുശേഷം ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഷൂട്ടിന് മുമ്പ് കുറേയേറെ സംസാരിച്ചൊക്കെ നിന്നു. അത് കഴിഞ്ഞ് ഷൂട്ട് നമ്മുടെ ഈ ഫൈറ്റ് സീക്വൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണല്ലോ ഈ ഫൈറ്റിലും സിനിമയിലും ഒക്കെ. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വന്ന് എത്ര മാറി നിന്നിട്ട് നമുക്ക് പറഞ്ഞു തരികയും അപ്പൊ എന്നെ ഒരാൾ കല്ലുകൊണ്ട് ഇടിക്കാൻ പറ്റുന്ന സീനുണ്ട്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം വന്നിട്ട് അയാൾക്ക് ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുക. അദ്ദേഹം പറയുന്നത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഞാനും വിഷ്ണു പറയുകയായിരുന്നു, എന്തോരം എക്സ്പീരിയൻസിലാണ് അദ്ദേഹത്തിന് അവിടെ ഇരിക്കാം. പക്ഷെ കൂടെ വന്ന് ആ കാട്ടിൽ നമ്മുടെ ചിത്രാഞ്ജലിയുടെ ഒരു ബാക്ക് സൈഡിലാണ് അതിന്റെ ഷൂട്ട് നടന്നിട്ടിരുന്നത്. അപ്പൊ അദ്ദേഹം വന്ന് ഭയങ്കര സപ്പോർട്ടായിട്ട് തറയിൽ കിടക്കുന്നു, ഇരിക്കുന്നു, നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നു. അപ്പൊ അതൊക്കെ കണ്ട വലിയ സന്തോഷം തോന്നി. അപ്പൊ നമ്മളും അതൊക്കെയാണല്ലോ. അപ്പൊ അതാണ്. അപ്പൊ എന്നിട്ട് അദ്ദേഹം തന്നെ പറയാണ്, നമ്മൾ എത്രയൊക്കെ ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മളിതൊക്കെ ഇങ്ങനെ ആർജിച്ചെടുക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ അതുമൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ സിനിമയുടെ എൻഡിൽ എന്നോട് പറയുന്ന ഒരു ഡയലോഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ആ ഒരു സീക്വൻസ് ഒക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. കാരണം നമ്മൾ വളരെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് ചെയ്തൊരു സംഭവമായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് സുധീറിന്റെ ഒരു സിനിമ ഞാൻ കണ്ടിരുന്നു. കണ്ടപ്പോ സുധീർ മനോഹരമായിട്ട് സുധീർ ആ സീക്വൻസ് പറ്റിയെന്നറിയില്ല. എനിക്ക് ഞാനും അന്തം വിട്ടടാ. ട്രെയിലറില് കോമഡി ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് കോമഡി അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞിരിക്കുക, ജനങ്ങളത് കോമഡി കൊടുക്കും. അതെന്നും അങ്ങനെയാണെന്ന് അല്ല വളരെ സീരിയസ് ആയിട്ട് സുധീർ ആ ഒരു ചില പോർഷൻസ് ഒക്കെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്.
അത് പറയാതിരിക്കാൻ വയ്യ, സൂപ്പറായിരുന്നു സാർ. ഓക്കെ. അപ്പൊ എന്തായാലും ഓവറോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഞങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയിലാണ് അല്ലേ. അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവട്ടെ. കാരണം ഞങ്ങൾ ഒരുപാട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ല പ്രത്യക്ഷ താളനം. അപ്പൊ ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ ഒരു സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഞങ്ങളുടെ ഈ പറഞ്ഞ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ ഫലമായിട്ടാണ് ഈ വൃശ്ചിക മാസത്തിൽ അല്ലെങ്കിൽ ഈ മണ്ഡലകാലത്ത് ഞങ്ങളുടെ ശ്രീ അയ്യപ്പൻ എന്ന സിനിമ വരുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാം ചേർത്തിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ഭക്തിയുണ്ട്, ത്രില്ലിംഗ് ആയിട്ടുള്ള മൂഡുകളുണ്ട്, ഫാമിലി ഇമോഷൻസ്, സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ചേർന്നിട്ടുള്ള സിനിമയാണ് ശ്രീ അയ്യപ്പൻ. അപ്പോൾ മറക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം. താങ്ക് യു. വൃശ്ചിക പൂമ്പുലരി ശുദ്ധി വരും പുലരി. നല്ല ഭക്തി നിർമ്മലമായ ഒരു പാട്ടോട് കൂടി നമുക്ക് വേണ്ട. എടുത്തു വിളയാടും ദൈവമേ ഭക്തഹൃദയമാം നീലവാനിൽ മഴവില്ലെടുത്ത് കുലയ്ക്കും വൈഭവമേ നിന്നെ നമ്പിയല്ലയോ ഞങ്ങൾ വരുന്നു, നിന്റെ അമ്പിനല്ലയോ ഞങ്ങൾ വരുന്നു. All the very best for Swami Ayyappan. Sorry, Sri Ayyappan. Thank you, dear. Thank you so much. Thank you so much. Thank you.